നമസ്കാരം. കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ 10ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ബൊഗറ്റ് എന്ന ഫ്രഞ്ച് വാക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 202ാമത്തെ ആർട്ടിക്കിള് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ബഡ്ജറ്റിൻ്റെ 4ാമത്തെ സ്റ്റേജാണ് റിവ്യൂ ഓഫ് ബഡ്ജറ്റ്. റിവ്യൂ ഓഫ് ബഡ്ജറ്റ് മാനുവലിൽ 9 മുതൽ 12 അധ്യായങ്ങളിലായിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഈ 4 അധ്യായങ്ങളും ഒന്നായിട്ടാണ് പറയുന്നത്, വേറെ വേറെ ചെയ്യുന്നില്ല. ഒന്നിച്ച് തന്നെ 4 അധ്യായങ്ങളും റിവ്യൂ ഓഫ് ബഡ്ജറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻ പേപ്പർ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റാണ്. 4ഉം 5ഉം പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റാണ്. 6ാമത്തെ ചാപ്റ്ററാണ് പാസിംഗ് ഓഫ് ബഡ്ജറ്റ്. 7ഉം 8ഉം എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റാണ്. അധ്യായം 9ഉം 10ഉം 11ഉം 12ഉം റിവ്യൂ ഓഫ് ബഡ്ജറ്റ്. എന്നിട്ട് ബഡ്ജറ്റിൻ്റെ 4 ഘട്ടങ്ങളാണ്, സ്റ്റേജാണ്. പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് 1ാം സ്റ്റേജ്, പാസിംഗ് ഓഫ് ബഡ്ജറ്റ് 2ാമത്തെ സ്റ്റേജ്, എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ് 3ാമത്തെ സ്റ്റേജ്, റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് 4ാമത്തെ സ്റ്റേജ്. ഇത് ആവർത്തിക്കുന്നത് ഇത് പരീക്ഷയ്ക്ക് ഏത് സ്റ്റേജാണെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ്. അന്നേരം അധ്യായം 9 റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ്. അതിൽ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. 80ാമത്തെ പേജിലുണ്ട്. ബഡ്ജറ്റ് മാനുവൽ 80ാമത്തെ പേജ് തുറക്കുക. 98-ൽ 1 റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ഫോംസ് ദ ലാസ്റ്റ് ഓഫ് ദ 4 ബഡ്ജറ്ററി സൈക്കിൾ. ആ 2ാമത്തെ പാരയിലെ നടുക്കത്തൊരു സെൻറ്റൻസ് ഉണ്ട്. ദിസ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഓഡിറ്റ് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി. ഓഡിറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നു, അതിൻ്റെ തൊട്ട് താഴെ ഇറ്റ് ഈസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ എസ്റ്റിമേറ്റ്സ് പ്രസൻറ്റ് ടു ദി ഹൗസ്, നിയമസഭയോ പാർലമെൻറ്റോ, ആൻഡ് സീ ഹൗ ബെസ്റ്റ് ദ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് embodied therein could be executed efficiently and economically. This work has been entrusted to another legislative committee specially constituted for the purpose, estimate committee. അതും പരീക്ഷയ്ക്ക് വന്നതാണ്. ഏത് കമ്മിറ്റിയാണ്? അടുത്ത അതിൽ 3ാമത്തത് 98-ൽ 3 ഇത് accordingly the work of review of the budget may be subdivided into 3. 1 audit of account by the accountant general and preparation and submit of the report. 2ാമത്തത് scrutiny of the audit report by the public account committee or committee on public undertaking of the legislator. ലെജിസ്ലേറ്ററിൻ്റെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയും കമ്മിറ്റി ഓഫ് പബ്ലിക് അണ്ടർടേക്കിങ്ങും ആണ് ഇത് സ്ക്രൂട്ടിനി ചെയ്യുന്നത്. 3ാമത്തത് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ എസ്റ്റിമേറ്റ്സ് ബൈ ദ എസ്റ്റിമേറ്റ് ഓഫ് ദ ലെജിസ്ലേറ്റർ, അതായത് ഈ റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് ചെയ്യുന്നത്. അടുത്ത പേജിൽ 81ാമത്തെ പേജിൽ 99ാമത്തെ പാരഗ്രാഫ് ഹെഡിങ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നതാണ്. Audit of public accounts by an independent authority is an essential ingredient of legislative control over expenditure. In fact, the financial accountability of the executive to the legislature is secured through the report of the comptroller and auditor general ബ്രാക്കറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ട്. അതിലെ കീവേഡ് ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി, ലെജിസ്ലേറ്റീവ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് റിപ്പോർട്ട്. 100ാമത്തത് ഡ്രാഫ്റ്റ് പാരഗ്രാഫ്. അത് കീവേഡാണ്.
the Account General acting on behalf of the Comptroller and Auditor General. Account General എന്ന് AG എന്ന് പറഞ്ഞാൽ subordinate to CAG ആണ്. Examines the accounts to ensure that the grants made by the legislator have been applied in the amounts intended and to the purpose for which they were intended, and that they have been spent according to law, rules and regulations. തൊട്ട് കഴിഞ്ഞ് താഴെ റൈറ്റ് സൈഡിൽ simultaneously copies of the draft paragraph are endorsed to the finance secretary and the head of the department concerned. പരീക്ഷയ്ക്ക് വന്നെയാണ് ഫൈനാൻസ് സെക്രട്ടറി ആൻഡ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ. അടുത്ത പേജിൽ 101 അതേ പേജിൽ 101 നോക്കാം. വെരിഫിക്കേഷൻ ഓഫ് ഫാക്ട് ആൻഡ് ഫർണിഷിംഗ് റിപ്ലൈ. ദ ഫാക്ട് മെൻഷൻഡ് ഇൻ ദ ഡ്രാഫ്റ്റ് പാരഗ്രാഫ് ഷുഡ് ബി കെയർഫുള്ളി വെരിഫൈഡ് ആൻഡ് ദ റിസൾട്ട് ഓഫ് വെരിഫിക്കേഷൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ദി AG വിതിൻ 6 weeks ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് റെസിപ്റ്റ്. അടുത്ത 83-ാമത്തെ പേജിൽ 104-ാമത്തെ പാരഗ്രാഫ്. അത് ഏത് പാരഗ്രാഫാണെന്ന് പരീക്ഷയ്ക്ക് വന്നത്. വാച്ചിങ് ദ ഡിസ്പോസൽ ഓഫ് ഡ്രാഫ്റ്റ് പാരഗ്രാഫ് ഏത് പാരഗ്രാഫിൽ ബഡ്ജറ്റ് മാനുവലിൽ ഏത് പാരഗ്രാഫ് എന്ന് ചോദിച്ചത്. അടുത്ത 85-ാമത്തെ പേജിൽ 10-ാമത്തെ അധ്യായം റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റ് സെക്കൻഡ് കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ കമ്പോസിഷൻ ആൻഡ് ഫങ്ഷനാണ് പറയുന്നത്. കമ്മിറ്റി ഓൺ കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ഏത് പാരഗ്രാഫിലാണെന്ന് പറയുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് 5 ലൈൻ കഴിഞ്ഞതിന് ശേഷം ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ഈസ് ടു സ്ക്രൂട്ടിനൈസ് ദ റിപ്പോർട്ട് ഓഫ് ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നതാണ്. ദ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ആൻഡ് ദ ഫൈനാൻസ് അക്കൗണ്ട് കോപ്പി ഓഫ് വിച്ച് ആർ സർക്കുലേറ്റഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആഫ്റ്റർ ദീസ് ഹാവ് ബീൻ സബ്മിറ്റഡ് ടു ദി ഗവർണർ ആൻഡ് പ്ലേസ്ഡ് ബിഫോർ ദ ലെജിസ്ലേറ്റർ. The result of such scrutiny is communicated to the legislator in the form of reports which contain inter alia the recommendation and observation of the committee for implementation by the department concerned. അതിലെ കീവേഡ് സ്ക്രൂട്ടിനൈസ്, CAG, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ദി ഗവർണർ, അതാണ് കീവേഡ്. അതിൽ ഈ താഴെ 231 ഫങ്ഷൻ ഓഫ് കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ് അതിലൊന്ന് നോക്കാം. There shall be a committee on public account for the examination of accounts showing the appropriation of sums granted by the assembly for the expenditure of the government. ഒരു പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത 87-ാമത്തെ പേജിൽ 232 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഘടന എങ്ങനെയാണ്? ദ കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് 11 മെമ്പേഴ്സ്. 11 മെമ്പേഴ്സ് ഉണ്ട് ഈ കമ്മിറ്റിക്ക്. വളരെ പ്രധാനപ്പെട്ടതാണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന എത്ര മെമ്പർ ഉണ്ടെന്ന്. ഹു ഷാൾ ബി എലക്റ്റഡ് ബൈ ദ അസംബ്ലി. അസംബ്ലിയാണ് എലക്ട് ചെയ്യുന്നത്. ആസ് സൂൺ ആസ് മേ ബി ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പർ അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് ദ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് ദ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. 2 വർഷമാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി. തൊട്ട് താഴത്തെ പാരഗ്രാഫ് പ്രൊവൈഡഡ് ദാറ്റ് എ മിനിസ്റ്റർ ഷാൾ നോട്ട് ബി എലക്റ്റഡ് എ മെമ്പർ. അത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മിനിസ്റ്റർ ആ കമ്മിറ്റിയിൽ എലക്ട് ചെയ്തുകൂടാ ഓഫ് ദ കമ്മിറ്റി. ആൻഡ് ദാറ്റ് ഇഫ് എ മെമ്പർ ആഫ്റ്റർ ഹിസ് എലക്ഷൻ ടു ദി കമ്മിറ്റി, ആ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് എ മിനിസ്റ്റർ, ഹി ഷാൾ സീസ് ടു ബി എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് അപ്പോയിൻറ്റ്. ഈ കമ്മിറ്റിയിൽ ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അയാൾ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാണെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 90-ാമത്തെ പേജിൽ 23-ാമത്തെ ഐറ്റം ദ സെക്രട്ടറി ഷാൾ കീപ്പ് ആൻ അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി. സെക്രട്ടറിയാണ് ആ എക്സ്പെൻസ് കീപ്പ് ചെയ്യേണ്ടത്. 23-ാമത്തെ ഐറ്റം. ആ അധ്യായം കഴിഞ്ഞു. അടുത്ത അധ്യായം റിവ്യൂ ഓഫ് ബഡ്ജറ്റിലെ ചാപ്റ്റർ 11 റിവ്യൂ ഓഫ് ബഡ്ജറ്റിലെ 3-ാമത്തെ പാർട്ട്
കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് ഏത് പാരഗ്രാഫാണ്? 109 പാരഗ്രാഫിലാണ് ബഡ്ജറ്റ് മാനുവൽ പറയുന്നത്. 109 പാരഗ്രാഫ് നോക്കാം. The Committee on Estimates is a committee constituted by the Legislative Assembly. Committee on Estimate constitute ചെയ്യുന്നത് അസംബ്ലിയാണ്. For the examination of such of the estimates as it deems fit or are specially referred to it by the House and to suggest measure aimed at improving efficiency and affecting economy. എന്താണ് ഈ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ? പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പറയാം. ഡി 4 ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ 2 ഞാൻ പറയാം, ബാക്കി നിങ്ങൾ വായിക്കുക വെറുതെ. ഫംഗ്ഷൻ ഓഫ് ദ കമ്മിറ്റി ഷാൾ എ ടു റിപ്പോർട്ട് വാട്ട് എക്കണോമീസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കൺസിസ്റ്റൻ്റ് വിത്ത് ദ പോളിസി അണ്ടർലൈങ് ദ എസ്റ്റിമേറ്റ്സ് മേ ബി എഫക്റ്റഡ്. B. To suggest alternative policy in order to bring about efficiency and economy in administration. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. എഫിഷ്യൻസി ആൻഡ് എക്കണോമി ഇൻ അഡ്മിനിസ്ട്രേഷൻ കീവേഡാണ്. അടുത്ത പേജിൽ 93 പേജിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി. ദ കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് 11 മെമ്പേഴ്സ്. നേരത്തെ പോലെ തന്നെ 11 മെമ്പേഴ്സാണ്. ഹൂ ഷാൾ ബി എലക്റ്റഡ് ബൈ ദ അസംബ്ലി. നേരത്തെ അസംബ്ലിയിൽ തന്നെയാണ്. ആസ് സൂൺ ആസ് മേ ബി ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഫോർ എ പീരീഡ് ഓഫ് 2 years. ഇതും 2 years ആണ്. അടുത്ത 96 പേജിൽ 16 ഐറ്റം. ദ സെക്രട്ടറി ഷാൾ ആസ് സൂൺ ആസ് പോസിബിൾ പ്രിപ്പയർ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഫോർ അപ്രൂവൽ ആൻഡ് സിഗ്നേച്ചർ ബൈ ദ ചെയർമാൻ. ചെയർമാൻ്റെ അംഗീകാരവും സിഗ്നേച്ചറും വാങ്ങണം എന്നാണ് 16 ഐറ്റത്തിൽ ഇല്ലത് 96 പേജിൽ. അടുത്ത റിവ്യൂ ഓഫ് ദ ബഡ്ജറ്റിൻ്റെ 4ാം പാർട്ട് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. അതും പരീക്ഷയ്ക്ക് ഏത് പാരഗ്രാഫിലാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മളെ ബഡ്ജറ്റ് മാനുവലിൻ്റെ ഇൻഡെക്സ് നോക്കിയാൽ കിട്ടും. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കൊന്നും വേണ്ട. ബഡ്ജറ്റ് മാനുവലിൻ്റെ ഇൻഡെക്സിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏത് ആർട്ടിക്കിളാണെന്ന് ഏത് പാരഗ്രാഫാണെന്ന് അതിൽ പറയുന്നുണ്ട്. അത് കാണാണ്ട് പഠിക്കൊന്നും വേണ്ട. അടുത്ത 99 പേജിൽ പ്രൊവൈഡഡ് ദാറ്റ് ദ കമ്മിറ്റി ഷാൾ നോട്ട് എക്സാമിൻ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് എനി ഓഫ് ദ ഫോളോവിങ്. ഈ താഴത്തെ കാര്യങ്ങൾ കമ്മിറ്റി പരിശോധിക്കേണ്ട, അന്വേഷിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അത് ഏതാണ്? 1. മാറ്റേഴ്സ് ഓഫ് മേജർ ഗവൺമെൻറ് പോളിസി ആസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ബിസിനസ് ഓർ കമേഴ്സ്യൽ ഫങ്ഷൻ ഓഫ് ദ പബ്ലിക് അണ്ടർടേക്കിങ്സ്. 2. മാറ്റേഴ്സ് ഓഫ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. അതാണ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചത്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. 3. മാറ്റേഴ്സ് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് വിച്ച് മെഷീനറി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എനി സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് അണ്ടർ വിച്ച് എ പർട്ടിക്കുലർ പബ്ലിക് അണ്ടർടേക്കിംഗ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അതിൽ നോട്ടുണ്ട്, നോട്ട് പരീക്ഷയ്ക്ക് വന്നതാണ്. പബ്ലിക് അണ്ടർടേക്കിങ്സ് for the purpose of Rule 236 and 237 means any company in which not less than 51%, ആ എമൗണ്ട് ഓർമ്മിക്കുക, not less than 51% of the paid up share capital is held by the state government. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനിയിൽ അത്ര ഷെയർ വേണം, ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വേണം. 237 റൂൾ 237 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കമ്മിറ്റി. ശ്രദ്ധിക്കണം, ഇതിൽ ദ കമ്മിറ്റി ഷാൾ കൺസിസ്റ്റ് ഓഫ് 11 മെമ്പേഴ്സ് ഹു ഷാൾ ബി എലക്റ്റഡ് ബൈ അസംബ്ലി ആസ് സൂൺ ആസ് മേ ബി ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എല്ലാ കമ്മിറ്റിയിലും 11 മെമ്പർമാരാണ്. ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം amongst its member according to the principle of proportional representation by means of single transferable votes. തൊട്ടടുത്ത പേര provided that a minister shall not be elected as a member of the committee and that if a member after his election to the committee is appointed as a minister he shall cease to be a member of the committee from the date of such appointment. അതും എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ 101 പേജിൽ 8ാമത്തെ ഐറ്റം ക്വസ്റ്റ്യനെയർ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ്
or undertaking. The questions and points suggested by members, together with other relevant points concerning the subject under examination, shall be consolidated in the form of a questionnaire. The questionnaire shall be circulated to all members of the committee with explanatory notes whenever necessary. അടുത്ത 103 പേജിൽ 116 ഐറ്റം മിനിറ്റ്സ് ഓഫ് സിറ്റിംഗ്. ദ സെക്രട്ടേറിയറ്റ് ഷാൾ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് ഓഫ് ദ സിറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ഫോർ അപ്രൂവൽ ഓഫ് ചെയർമാൻ ഓർ ദ മെമ്പർ ഹൂ പ്രിസൈഡ് അറ്റ് ദ സിറ്റിംഗ് ആസ് ദ കേസ് മേ ബി. ഈ അധ്യായം കഴിഞ്ഞു. ബഡ്ജറ്റ്